ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കൊച്ചമ്മണി രാജുവിനോട് ചോദിക്കുക, എടാ നീ ഇത്ര മണ്ടനായി പോയല്ലോടാ. കോടാനുകോടി സ്വത്തുള്ള ഭൂലോകസുന്ദരിയായ ആ മന്ത്രിപുത്രിയെ നീ എന്താടാ വിവാഹം കഴിക്കാഞ്ഞത്? കൊട്ടാരത്തിൽ താമസിക്കാം, നല്ല വിധവിധമായ കാറിൽ സഞ്ചരിക്കാം. എൻ്റെ പൊന്നുമോനെ, നീ ആ കൊച്ചിനെ ഒന്ന് കെട്ടടാ. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുടുംബവും നമ്മളെല്ലാവരും രക്ഷപ്പെടും മോനെ. കൂട്ടത്തില് ഈ കൊച്ചമ്മണിക്കൊരു ബ്ലങ്കാവൂടെ പണിഞ്ഞു തരണേ. അത് കേട്ടപ്പോൾ വേണുവേട്ടന് ചിരി അടങ്ങുന്നില്ല. ബ്ലങ്കാവല്ല, ബംഗ്ലാവ്. ആ ബംഗ്ലാവെങ്കിൽ ബംഗ്ലാവ് മുറ്റത്തൊരു കാറും ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊരു ചേലാടാ മോനെ. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത്തവണയെ മുണ്ടയ്ക്കൽ കൊച്ചമ്മണി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് രാജുവിൻ്റെ കല്യാണം കൂടിയിട്ട് പോകാൻ തന്നെയാണ്. രാജു പെട്ടെന്ന് ഞെട്ടിയിട്ട് രാധമ്മയെ നോക്കിയിട്ട്, കല്യാണമോ? എന്തുവാമ്മ ഈ തള്ള പറയുന്നത്? ഞാൻ വെറും വാക്ക് പറയുന്നതല്ല, സത്യമാണ്. രാജുവിൻ്റെ കല്യാണം കൂടിയിട്ടേ ഞാൻ പോകൂ. അത് കേട്ടപ്പോൾ രമ്യയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യ. ജയനും പ്രിയയിൽ നിന്ന് പതറുവാണ്. തള്ള വിളിച്ച് പറയുന്ന കോമാടിത്തരവും തള്ളയുടെ വേഷവും ഇതെല്ലാം കണ്ടിട്ട് ജയനാകെ നാണിച്ചിങ്ങനെ വിളറി നിൽക്കുക. ഇനിയും വരുന്ന അധികം പൊട്ടത്തരങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി രാധമ്മ പറയുന്നു, അമ്മേ വാ നമുക്ക് അകത്തോട്ട് പോയിരിക്കാം. എന്നാൽ ഇനി അകത്ത് പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നും പറഞ്ഞ് കൊച്ചമ്മണി അവരോടൊപ്പം അകത്തോട്ട് പോവുകയാണ്. പ്രതാപൻ മന്ത്രി സോമരാജനെ വിളിച്ച് സംസാരിക്കുവാണ്. താൻ അറിഞ്ഞില്ലടോ കാര്യങ്ങളൊക്കെ? അവൻ തൻ്റെ അനിയനി ജനിച്ച മോൻ തന്നെയാണോ? സോറി വർമ്മേ, ഞാൻ തന്നോട് മാപ്പി ചോദിക്കുക. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ വർമ്മേ. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊന്നും അല്ല. തൻ്റെ ആ ചെറുക്കനുണ്ടല്ലോ, ഒരു ഫ്രോഡാണെന്ന് തന്നെ പറഞ്ഞാൽ മതി. അവൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വർമ്മേ. തന്നെ ബുദ്ധിമുട്ടിച്ചാൽ താൻ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ ഇങ്ങനെ മന്ത്രി സോമരാജൻ പറഞ്ഞ് മാപ്പി ചോദിക്കുവാണ്. അംബികയ്ക്കും മകനുമാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ഒളിഞ്ഞു നോട്ടമാണല്ലോ പതിവ്. ഇപ്പോഴും അതുപോലെ തന്നെ. പ്രതാപൻ ആരോടോ സംസാരിക്കുന്ന കണ്ടിട്ട് അവിടെ അമ്മയും മോനും കൂടെ നിന്ന് ഒളിഞ്ഞു നോക്കുവാണ്. എന്നിട്ട് അംബിക വന്ന് ചോദിക്കുക, പ്രതാപ, ആ മന്ത്രിയാണോ ഇപ്പോൾ സംസാരിച്ചത്? അതെ ചേച്ചി, സോമരാജൻ വിളിച്ച് ക്ഷമ ചോദിക്കുമായിരുന്നു. അയാൾക്കറിയില്ലല്ലോ ഇവൻ ഇങ്ങനെ സ്വഭാവ വൈകൃതമുള്ള ആളാണെന്ന്. എന്തായാലും ആ ബാധ നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോയല്ലോ പ്രതാപ, അതേ വലിയ കാര്യം. അതെ, കൃത്യസമയത്ത് രാജു ഇടപെട്ടുകൊണ്ട് എൻ്റെ മോടെ ജീവൻ തന്നെ രക്ഷപ്പെട്ടെന്ന് പറയാം. പ്രതാപൻ അങ്ങനെ രാജുവിനെ പുകഴ്ത്തി പറഞ്ഞത് അമ്മയ്ക്കും മോനും തീരെ സുഖിച്ചില്ല. പിന്നെ പ്രതാപ, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനാണ് നിൻ്റെ അടുത്തോട്ട് വന്നത്. എന്താ ചേച്ചി പറഞ്ഞോ? ഞാൻ പറയുമ്പോഴേ പ്രതാപ നീ തെറ്റിദ്ധരിക്കല്ലേ. എനിക്ക് ചേച്ചിയോട് എന്തിനാ ഒരു തെറ്റിദ്ധാരണ? ചേച്ചിക്ക് എന്തും എന്നോട് തുറന്നു പറയാമല്ലോ. ചേച്ചി എന്താ കാര്യമെന്ന് വെച്ചാൽ പറഞ്ഞോ. ഋതികയ്ക്ക് നീ ഫ്രീഡം കൊടുത്തതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അവളുടെ വിവാഹ കാര്യത്തിൽ അവൾക്ക് അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, ഞാൻ ആലോചിക്കുന്ന കല്യാണാലോചനകളെല്ലാം അവൾക്ക് മുടങ്ങിപ്പോവുകയാണ്. എന്ന് വെച്ച് അങ്ങനെയാണോ പ്രതാപ? അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ട എല്ലാ അവകാശവും നിനക്കാ ഉള്ളത്. യാമിനി അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. അതൊന്നും കേട്ട് പ്രതാപ നിന്റെ മനസ്സ് മാറേണ്ട ഒരു കാര്യവും ഇല്ല. നിനക്ക് നിൻ്റെതായ സ്വാതന്ത്ര്യമില്ലേ, അത് മാത്രം കണക്കിലെടുത്ത് നീ ചെയ്താൽ മതി. അപ്പോൾ ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനോട് ഏതോ വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുക്കുവാണല്ലോ ഈ അമ്മായി എന്നിങ്ങനെ ഋതിക ചിന്തിക്കുന്നുണ്ട്. പ്രതാപൻ ഋതികയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, മോളെ എന്താണ് മോടെ നെക്സ്റ്റ് പ്ലാൻ? വിവാഹമാണോ അതോ പഠനമാണോ? അംബികയും ദീപക്കും ഋതികയുടെ വായിലോട്ടും നോക്കി നിൽക്കുവാണ്. എന്താണ് ഋതിക പറയാൻ പോകുന്നത്? നീ വിവാഹം മറ്റതുമാണോ? അങ്ങനെയാണെങ്കിൽ ഉടനെ രാജുവിനെ പിടിച്ച് കെട്ടിച്ച് കൊടുക്കുവോ? ദൈവമേ, പ്ലാനെല്ലാം തകരുമല്ലോ. രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് ഋതികയുടെ വായിന്ന് വരുന്നത് എന്താണെന്ന് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ഋതിക ഉടനെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ തുടർന്ന് പഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അയ്യോ, സമാധാനമായി അംബികയ്ക്ക്. അപ്പോൾ തുടർന്ന് പഠിക്കുമല്ലേ, അപ്പോഴത്തേക്കും പുതിയ പുതിയ തന്ത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. രാജുവിൻ്റെ വീട്ടിൽ കൊച്ചമ്മണിക്ക് എല്ലാവരുടെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ്. കൊച്ചമ്മണി ഇങ്ങനെ ആർത്തിയോട് ഓരോന്നും വാരി വിഴുങ്ങുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ വേണുവേട്ടനിങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത് കുനിഞ്ഞിരിക്കുവാണ്. വേണുവേട്ടനെ നോക്കി ചോദിക്കുന്നുണ്ട്, അയ്യോ അച്ഛൻ കഴിച്ചായിരുന്നോ? എൻ്റെ പൊന്നോ, എന്നെ ഈ അച്ഛാന്നൊന്ന് വിളിക്കല്ലേ. രണ്ട് കൈവെടുത്ത് തൊഴുതുകൊണ്ട് വേണുവേട്ടൻ പറയുക, വേണമെങ്കിൽ എന്നെ വേണൂന്നോ എടാ പോടാന്നോ അങ്ങനെയൊക്കെ വിളിച്ചോ, എന്നാലും ഈ അച്ഛാന്ന് എന്നെ വിളിക്കല്ലേ. എൻ്റെ മരുമോളുടെ അച്ഛനല്ലയോ, അതുകൊണ്ട് അച്ഛനെന്ന് കരുതി അങ്ങ് വിളിച്ചതാ. ഞാനേ ചൈനീസ് ഫുഡേ കഴിക്കൂ. ഈ ചപ്പാത്തി ഇഡ്ഡലി ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെ നമ്മുടെ അമ്മിണി വീണ്ടും തള്ളു തുടങ്ങിയിരിക്കുവാണ്. രാവിലെ ആണെങ്കിൽ എനിക്ക് ചില്ലി ചിക്കൻ വേണം, പൊറോട്ടയാണെങ്കിൽ എനിക്ക് മസ്റ്റാണ്. ഉച്ചയ്ക്ക് ചോറ്, നെയ്മീൻ പപ്പാസ്, തിരുത ഫ്രൈ, ചെമ്മീൻ പൊരിച്ചത്, പിന്നെ കുറെ പച്ചക്കറിയും മോരുകറിയും.
വേണുവേട്ടൻ ചോദിക്കുക, ഇതെന്തുവാ ഫുഡ് ഫാക്ടറിയോ? ഇതെല്ലാം കൂടെ ഏത് കൺവെയർ വഴി അകത്തോട്ട് പോകുന്നത്? ദൈവമേ, ഇത് വാടക വീടാണല്ലോ. അല്ലെങ്കിൽ എഴുതി വിറ്റിട്ടാണെങ്കിലും ഈ തള്ളയ്ക്ക് ആഹാരം കൊടുക്കാമായിരുന്നു. എൻ്റെ മരുമോടച്ഛന് കേൾക്കണോ? ഞാനേ പുട്ടമഹലിൽ വർക്ക് ചെയ്യുമ്പോഴേ ബംഗ്ലൂരിൽ വന്നിട്ടാണ് ഞാൻ ഡിന്നർ കഴിക്കുന്നത്. അത് കേട്ടിട്ട് രമ്യയ്ക്ക് സഹിക്കാൻ വയ്യ. രമ്യ പറയുക, ബംഗ്ലൂർ അല്ല ബാംഗ്ലൂർ. ഇടി കൊച്ചേ, എൻ്റെ നാക്കൊന്ന് ഉളുക്കിയതാ. നീ എന്നെ തിരുത്താനൊന്നും വരണ്ട കേട്ടല്ലോ. പിന്നെ സിറ്റി എന്ന് പറഞ്ഞാൽ ബൈക്കുളം സിറ്റി തന്നെ. അതെവിടാ അമ്മേ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ, അത് ബംബൈയിൽ. അത് കേട്ടപ്പോൾ രമ്യ അങ്ങ് ചിരിക്കുവാണ്. എടി, നീ കൂടുതൽ ചിരിക്കുകയും പരിഹസിക്കുകയൊന്നും വേണ്ട. ഞാൻ ഈ ലോകം മുഴുക്ക ചുറ്റിക്കറങ്ങിയവളാ. നീയേ വെറും ഈനാച്ചിയാ. എൻ്റെ ദൈവമേ, ഈ അവതാരത്തെ ഇനി ഞാൻ എത്ര നാൾ സഹിക്കണം എന്നിങ്ങനെ വേണുവേട്ടൻ തല ചൊറിഞ്ഞുകൊണ്ടിരുന്ന് ചിന്തിക്കുവാണ്. കുറ്റം പറഞ്ഞു കൊച്ചമ്മണി ആഹാരമെല്ലാം കൂടെ വായി കുത്തി നിറച്ച് കഴിക്കുവാണ്. ജയനും കണ്ടിട്ട് പറയാ, എൻ്റെ അമ്മയെ ഒന്ന് പതുക്കെ കഴിക്ക്, ഈ മുന്നിൽ വെച്ചിരിക്കുന്നതൊന്നും ആരും എടുത്തോണ്ട് ഓടത്തില്ല. തിരുമലപ്പാളയത്തിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വരദരാജ മുതലിയാരായിരുന്നു എൻ്റെ ബോസ്. എന്തു പറയാനാ, അങ്ങേരിങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ വിക്കി അങ്ങ് ചത്തുപോയി. ജയൻ മനസ്സിൽ പറയാ, ദൈവമേ, ഇത് വിക്കി ചത്തില്ലേലും സാരമില്ല, ഭൂമി വളർന്നങ്ങ് താഴോട്ട് പോയാൽ കൂടെ മതിയായിരുന്നു. അയ്യോ, എൻ്റെ കൊച്ചമ്മണി വിക്കി ചത്തെന്നോ? അതെന്തൊരു മരണമാ! എൻ്റെ മരുമോടച്ഛാ ഒരു കോഴിക്കാലെടുത്തങ്ങ് വിഴുങ്ങി. എനിക്ക് മറ്റൊരു ബോസും കൂടി ഉണ്ടായിരുന്നു, മുരുകപ്പ ചെട്ടിയാർ. ഭയങ്കരനായിരുന്നു. ഒരാടിനെയൊക്കെ മുഴുവനായിട്ട് വിഴുങ്ങി അങ്ങ് തിന്നും. ഈ കൊച്ചമ്മണിയുടെ തള്ള ഇനിയും സഹിക്കാൻ വയ്യാന്നും പറഞ്ഞ് രമ്യ പ്രിയയും വിളിച്ചോണ്ട് വന്നിട്ട് ചോദിക്കുന്നു, ഈ മുണ്ടയ്ക്കലമ്മയെ ലോകം മുഴുക്ക സഞ്ചരിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ശരിയാണോ? ഇവർക്ക് എന്തായിരുന്നു പണി? അയ്യോ, എൻ്റെ രമ്യയെ അവർ പൊങ്ങച്ചം പറയുന്നതാ. കേരളത്തിനകത്തും പുറത്തുപോയി അവർ വീട്ടുപണിക്ക് പോകുമായിരുന്നു. ഓ, അപ്പോൾ വീട്ടുജോലിക്കാരിയായിരുന്നില്ലേ? എന്നിട്ടാണോ ഇത്രയും ഗമ? എൻ്റെ രമ്യയെ ഇവർ മുടിഞ്ഞ പാര കൂടിയാ. ആർക്കിട്ട് വേണമെങ്കിൽ ഇവർ പാര വെക്കും. കേരളത്തിന് പുറത്തെ പല സ്ഥലങ്ങളിൽ ഇവർ ജോലി ചെയ്തിട്ടുണ്ട്. ഇവരെവിടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ചെയ്ത് പിരിയുകയും ചെയ്തിട്ടുണ്ട്. ഈ കിട്ടുന്ന കാശൊന്നും ആർക്കും ഒന്നിനും കൊടുക്കില്ല. മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സ് മേടിക്കാനും മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഒരാഴ്ച കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോകും. ബ്യൂട്ടീഷ്യനെ പറയുന്നത് കേൾക്കണം, ബ്രൂട്ടീഷ്യൻ എന്നും പറഞ്ഞ് അവരങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പം കൊച്ചമ്മണി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്തോ നാടി ഇത്ര കുടഞ്ഞു ചിരിക്കാനുള്ളത്? ചെറുപ്പക്കാരായ പെൺപിള്ളേരിങ്ങനെ അധികം ചിരിച്ചാലേ ഒടുവിൽ കരയും. വേണുവേട്ടൻ രാധമ്മയോട് ചോദിക്കുന്നു, എൻ്റെ രാധമ്മേ, ഈ മാരണത്തെ നമ്മൾ ഇനി എത്ര നാൾ സഹിക്കേണ്ടി വരും? മരുമോനോ നമുക്കൊരു ബാധ, ദാണ്ട് ഇപ്പോൾ അടുത്ത ഒരു മറുബാധ. രാജു വർമ്മസാറിൻ്റെ വീട്ടോട്ട് പോകാനായിട്ട് ഒരുങ്ങിങ്ങനെ പോകുന്നത് നമ്മുടെ കൊച്ചമ്മണി കണ്ട്, രാജു മോനെ അവിടെ നിന്ന് ചിക്കനും മട്ടനും മേടിക്കാൻ മറക്കല്ലേ, എനിക്ക് നോൺ വെജ് ഇല്ലാതെ ഒന്നും കഴിക്കാൻ പറ്റില്ല മോനെ. പിന്നെ മോനെ, ആ മന്ത്രിയുടെ മോളുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കണമെങ്കിലേ ഞാൻ അങ്ങോട്ട് വരണോ മന്ത്രിയോട് സംസാരിക്കാൻ? ഞാൻ വേണമെങ്കിൽ മന്ത്രിയോട് സംസാരിക്കാം. ഈ മുണ്ടയ്ക്കൽ കൊച്ചമ്മണി വന്ന് സംസാരിക്കുമ്പോഴേ ആ മന്ത്രിയുടെ മുട്ട് വിറയ്ക്കും. ഞാൻ വന്ന് വിറപ്പിക്കണോ? രാജു ഒന്ന് അടിമുടി തള്ളയെ നോക്കിയിട്ട് എളുപ്പം മിണ്ടാതങ്ങ് പോവാണ്. രമ്യയുടെ കുശാഗ്ര ബുദ്ധിയിൽ ഈ കൊച്ചമണിയെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്ന് ആലോചിക്കുവാണ്. ഇവരൊരു മൂർച്ചയേറിയ വെട്ടുകത്തിയ, ഇവരെ കൊച്ചാരെ വേണമെങ്കിലും നമുക്ക് വെട്ടാൻ ഉപയോഗിക്കാം. തള്ളയെ എങ്ങനെങ്കിലും വശത്താക്കണം. തള്ളയുടെ വീക്ക്നെസ് എവിടാന്ന് നോക്കി അവിടെ തന്നെ കയറി പിടിക്കണം. ഋതിക രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് തുളസിത്തറയിൽ വിളക്ക് കത്തിച്ച് പൂജയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. ഋതിക സന്തോഷത്തോടെ രാജുവിന് നെറ്റിയിൽ തിലകം ചാർത്താനൊക്കെ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ രാജു അത് സമ്മതിക്കുന്നില്ല. വേണ്ട മേഡം എന്നും പറഞ്ഞ് വർമ്മസാറിനെ കാണാനായിട്ട് പോവുകയാണ്. ഋതിക രാജുവിൻ്റെ പുറകെ ഓടി വന്നിട്ട് പറയുക, രാജു, ഞാൻ എൻ്റെ ഭാവി കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിച്ച് കേട്ടോ. ഞാൻ ഇനി വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചില്ല. പഠിച്ച് നല്ലൊരു ഡിഗ്രി എടുക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ച്. ഇതാണല്ലോ രാജുവിൻ്റെ ആഗ്രഹം. വെരി ഗുഡ് മാഡം, കൺഗ്രാജുലേഷൻ. മാഡം എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തത് വളരെ നല്ലതാണ്. ഞാനിങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണമേ രാജു തന്നെയാണ്. ഞാൻ എന്തായാലും പഠിക്കാൻ പോവുക. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇനി ദൈവം തീരുമാനിക്കട്ടെ. എന്തൊക്കെ സ്വപ്നം കണ്ടാലും എന്തു പ്രയോജനം? മനസ്സിലാഗ്രഹിച്ചതൊക്കെ നടക്കാൻ യോഗം കൂടെ എനിക്ക് വേണ്ടായോ? എനിക്കായിട്ട് ദൈവം ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും അയാൾ വരും. ഇപ്പോഴിങ്ങനെ കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്ന അയാളുടെ മനസ്സ് മാറി എന്നെ സ്നേഹിക്കണേന്ന് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇപ്പം പറ്റത്തുള്ളല്ലോ. ഋതിക എന്താണ് പറയുന്നത്, ആരെക്കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ രാജുവിനറിയാം. ഇനി അവിടെ നിന്നാൽ ഋതിക വേറെ വല്ലതും പറയും. ഉടനെ തന്നെ രാജു, മാഡം, ഞാൻ വർമ്മസാറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് പോകാനൊരുങ്ങുവാണ്.
ദീപക് ഓടിയലച്ച് അംബികയുടെ അടുത്തിട്ട് വരുവാ. അമ്മേ, ആ രാജു വന്നിട്ടുണ്ട്. എങ്ങനെയാ അമ്മേ ഓപ്പറേഷൻ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അംബിക വളരെ കൂളായിട്ട് ചിരിച്ചോണ്ട് പറയാ, ഇത് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നത്? ആ കൺസ്ട്രക്ഷൻകാർ ഇപ്പം വരും. പ്രതാപൻ 50 ലക്ഷം രൂപയല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പൊട്ടൻ ദീപക് പറയാ, അമ്മേ അതിന് 50 ലക്ഷം എവിടെ ഇരിക്കുന്നത്? അതിൽ നിന്നല്ലേ 10 ലക്ഷം നമ്മൾ അടിച്ചു മാറ്റിയത്. എടാ മണ്ട ശിരോമണി, അത് രാജിവെച്ചിരിക്കുന്ന കാശല്ലയോ? അവൻ അവർക്ക് കാശെടുക്കാൻ ചെല്ലുമ്പോൾ 10 ലക്ഷം രൂപ കുറവല്ലയോ? അപ്പോൾ ആ 10 ലക്ഷം രൂപ ആരടിച്ചു മാറ്റി? അമ്മ, അത് നമ്മളല്ലേ അടിച്ചു മാറ്റിയത്. എടാ പൊട്ട, അത് രാജു അടിച്ചു മാറ്റി. അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പെട്ടിക്കകത്തുനിന്ന് കാശ് വേറെ ആരെടുത്തോണ്ട് പോകാനാ? അതങ്ങനെ അവൻ്റെ തലയിൽ വീഴും. വേറെ എന്ത് സഹിച്ചാലും മോഷണം അതൊരിക്കലും പ്രതാപൻ സഹിക്കില്ല. അങ്ങനെ കള്ളനായ രാജുവിനെ ഈ വീട്ടിൽ നിന്ന് പ്രതാപൻ തന്നെ എന്നേക്കുമായി അടിച്ച് പുറത്താക്കും. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട 2 വിക്കറ്റും വീണ്, അല്ലേ അമ്മേ? അടുത്തത് ദിവ്യ അല്ലയോ അമ്മേ? അവളെ ഓടിക്കാനുള്ള പ്ലാൻ നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാം. എൻ്റെ അമ്മ ഒരു ശകുനി തന്നെ ആണല്ലോ. ശകുനി മാത്രമല്ലടാ, ശകുനിയും മന്ദരയും കൂടെ കൂടിച്ചേർന്നതാടാ ഈ അംബിക. അങ്ങനെ പ്രതാപനെ കാണാൻ വേണ്ടി ആ കൺസ്ട്രക്ഷൻകാരെല്ലാം വന്നിട്ടുണ്ട്. അത്യാധുനികമായ എല്ലാ ഫെസിലിറ്റീസും വേണമെന്നുള്ള ആശയം കൊണ്ടുവന്നത് തന്നെ വർമ്മ സാറാണ്. അതിന് നമ്മുടെ വർമ്മ സാറ് തയ്യാറായത് കണ്ടോ? 50 ലക്ഷം രൂപയാണ് സാർ അതിനുവേണ്ടി നമുക്ക് തരുന്നത്. അതിനുവേണ്ടി സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എവിടെയും ഒളിച്ചു നിൽക്കുന്ന അമ്പയും മോനും പതിവ് പോലെ ഇവിടെ ഒളിച്ചു മാറി നിൽക്കുന്നുണ്ട്. ദീപക് പറയാ, അമ്മേ ഈ വല്യമ്മാവനൊരു SP-യാ. എന്ന് വെച്ചാൽ അമ്മേ, സ്വയം പൊങ്ങച്ച പഠിക്കുന്ന ആളെന്ന്. ശേഖരൻ സാർ എന്താ ഒന്നും പിണ്ടാതിരിക്കുന്നത്? അത് ചേട്ടൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഞാൻ ഒന്നും സംസാരിക്കാറില്ല. ചേട്ടൻ ചെയ്യുന്ന ശരികളിലെല്ലാം ഞാൻ അഭിമാനിക്കാറേ ഉള്ളൂ. അപ്പോഴങ്ങോട്ട് രാജുവും ഹൃതികയും എന്തൊക്കെയോ പറഞ്ഞ് നല്ല സന്തോഷത്തിൽ വരുവാണ്. അംബികയ്ക്ക് അത് കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ല. നോക്കിക്കേടാ ദീപക്കെ, അവൾ അവനോട് മുട്ടിയുരുമി വരുന്നത് കണ്ടില്ലേ ആ അഹങ്കാരി. രാജുവിനോട് പ്രതാപം പറയുന്നു, രാജു ഇവർക്ക് കൊടുക്കാനുള്ള ഫണ്ട് എടുത്ത് വെച്ചിട്ടില്ലേ? ഉണ്ട് സാറേ. അതിങ്ങ് എടുത്തുകൊണ്ട് വന്ന് ഇവർക്ക് കൊടുക്ക്. രാജു അങ്ങനെ പൈസ എടുക്കാൻ പോകുമ്പോൾ അംബികയും മോനും അങ്ങ് കണ്ണോട് കണ്ണു നോക്കി അങ്ങ് പുഞ്ചിരിക്കുവാണ്. ഇപ്പം പിടിക്കുവടാ നിന്നെ കള്ള, നിന്നെ ഇപ്പം പ്രതാപൻ അടിച്ച് പുറത്തിറക്കുന്ന കാണാവട എന്നുള്ള സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അമ്മയും മോനും. രാജു അങ്ങനെ ആ കാശ് സൂക്ഷിച്ചിരുന്ന റൂം തുറന്ന് അവൻ്റെ കയ്യിലിരുന്ന കീ കൊണ്ട് ആ അലമാരി തുറന്ന് ആ പൈസ ഇരുന്ന ബോക്സ് എടുക്കുവാണ്. അപ്പോൾ തന്നെ രാജുവിൻ്റെ മനസ്സിലൊരു സംശയം. പെട്ടെന്ന് അവൻ ആ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിൽ 10 ലക്ഷം രൂപ കാണുന്നില്ല. ദൈവമേ, ഇത് 50 ലക്ഷം രൂപയാണല്ലോ വെച്ചിരുന്നത്. ഈ 10 ലക്ഷം രൂപ ഇത് എവിടെ പോയി? സാറിനോട് ഞാൻ എന്ത് പറയും എന്നിങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹൃതിക അങ്ങോട്ട് വരുവാണ്. എന്താ രാജു, എന്ത് പറ്റി? മാഡം, ഇതിൽ 50 ലക്ഷം രൂപയാണ് വെച്ചിരുന്നത്. ഇപ്പം നോക്കിയാൽ 10 ലക്ഷം രൂപ കുറവാണ്. അയ്യോ, 10 ലക്ഷം രൂപയോ? അപ്പോൾ ഫ്രണ്ട്സ്, ആ റൂമിൽ ഒരു CCTV ക്യാമറ കാണും. ആ ക്യാമറയിൽ കൂടെ ദീപക് ആ പൈസ മോഷ്ടിക്കുന്നത് നമ്മുടെ രാജു അത് കണ്ടുപിടിച്ച് പ്രതാപനെ കാണിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ അമ്മയ്ക്കും മോനും കിട്ടാനുള്ളത് പ്രതാപൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.